ഈ ഈ മതവിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് Nothing. ഭീകരവാദം വന്നു കഴിയുമ്പോൾ അതിനെ നേരിടുന്നതിൽ I don't know what happens. I don't know. എന്തുകൊണ്ടാണ് ഒരു I- എന്തുകൊണ്ടാണ് ഒരു വിമുഖത അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു എക്സ്ട്രാ കോഷന്റെ ഒരു സംഗതി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. അതായത് നിങ്ങളിപ്പോ മാവോവാദികളെയാണ് നേരിടുന്നത് എന്നുണ്ടെങ്കിൽ, മാവോവാദികളെ ഇരുവാദം പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ ആ ഒരു പേരിലുള്ള ഒരു ന്യൂനപക്ഷ വർഗീയത വെച്ചുകൊണ്ടോ അതിനൊരു സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് നേരിടുന്ന അല്ലെങ്കിൽ നടത്തുന്ന ഒരു രീതി നിങ്ങൾക്ക് മാവോവാദികളുടെ മുന്നിൽ കാണാൻ കഴിയില്ല. അത് ഭീകരവാദികളാണെന്നുണ്ടെങ്കിൽ അവർ മാത്രമാണ് അവിടെ ഉണ്ടാവുക. അത് പിന്നെ ഇപ്പോ നമ്മൾ നേരിടുന്ന ഇപ്പോ വലതുപക്ഷ തീവ്രവാദികൾ എന്ന് വിളിക്കുന്ന, ഹിന്ദു ഭീകരവാദികൾ എന്ന് വിളിക്കുന്ന ആളുകളെ പോലും നിങ്ങൾ എടുത്തു നോക്കൂ. അവരുടെ മുന്നിൽ പോലും അതിനെ പരോക്ഷമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സാധാരണ ഹിന്ദുക്കൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അവർക്ക് വേണ്ടി ഒത്താശ പാടുന്ന സാധാരണ ഹിന്ദുക്കളില്ല. അത് ഏതെങ്കിലും ഒരു തീവ്രവാദി ആ ഭാഗത്തു നിന്ന് ഒരു കാര്യം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ സമീപനമാണ് എന്ന് തുറന്നു പറയുന്ന ഹിന്ദുക്കളാണ് ഇവിടുത്തെ മാതൃക. അതല്ല ഇസ്ലാമിൽ സംഭവിക്കുന്നത്. ഇസ്ലാമിൽ ഒരു തീവ്രവാദി ഒരു സംഗതി ചെയ്തിട്ടുണ്ടെങ്കിൽ, ബിൻ ലാദൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിൻ ലാദന് മയ്യത്ത് നിസ്കരിക്കാൻ ഇവിടെ ആള്, ഇവിടെ അഫ്സൽ ഗുരു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അഫ്സൽ ഗുരുവിന് മയ്യത്ത് നിസ്കരിക്കാൻ ആള്. അങ്ങനെ ഏത് തീവ്രവാദിയെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവർക്കൊരു ഫാൻ ബേസ്, ഒരു ഫാൻ അസോസിയേഷൻ കൂടി ഇവിടെ ഉള്ളപ്പോ നമ്മൾ നേരിടേണ്ടി വരുന്നത് ഈ തീവ്രവാദികളെയും തീവ്രവാദത്തെയും മാത്രമല്ല, അവരുടെ ഫാൻസിനെയും കൂടിയാണ് ഈ നേരിടേണ്ടി വരുന്നത്. അവിടെയാണ് ഇതിനെ നേരിടാൻ ഇത്രയും വലിയ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഇതിനെ മറികടക്കാം എന്ന് ചോദിച്ചാൽ ഒറ്റ വഴിയുള്ളൂ. ഈ ഫാൻസ് അസോസിയേഷനെ ഗൗനിക്കാതെ, മുഖം നോക്കാതെ ഈ തീവ്രവാദത്തെ എടുത്തു പറഞ്ഞും അതിനെ തുറന്നു കാണിച്ചും അതിനെ പച്ചയ്ക്ക് അതിനെ നേരിടാനുള്ള വഴികൾ ഇവിടെ നടപ്പിലാക്കി. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ രായ്ക്ക് രാമായണം എങ്ങനെയാണോ ഇവിടെ പോപ്പുലർ ഫ്രണ്ടുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്, സമാനമായ നടപടികൾ അത് ഏത് തരം ഇത്തരം ഗൗരവമായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ചെയ്യണം. അത് ഇവിടുത്തെ കേരള പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കാനായിട്ട് പോകുന്നുമില്ല. കാരണം ഇത് എന്താ പറയാ, ഈ പച്ച വിഴുങ്ങിയിരിക്കുകയാണ് ഈ ചുമപ്പിനെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരിക്കലും സാധിക്കില്ല. ഇനി പുറത്തു നിന്നുള്ള ഇപ്പൊ ഈ പറഞ്ഞ പോലെയുള്ള ദേശീയ ഏജൻസീസ് വല്ലതും ഇടപെട്ടാൽ അല്ലാതെ ഇതിനകത്തൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പച്ചയ്ക്ക് തുറന്നു പറഞ്ഞത് ഏറ്റവും ഒടുവില് നമ്മളെ സൗദിയിലെ പ്രിൻസ് തന്നെയാണ്. സൽമാൻ പറഞ്ഞത് എന്താണ്, രാജകുമാരൻ, അതായത് പുള്ളി പറഞ്ഞു 30 വർഷം ഇതിനെ ആ രീതിയിൽ ഫൈറ്റ് ചെയ്ത് സമയം കളയാനില്ല, ഇതിനെ തീർക്കേണ്ടത് ഒറ്റ ദിവസം കൊണ്ടാണ്, അത് ഇന്ന് നമ്മൾ തീർത്തിരിക്കണം എന്നാണ് അവിടെ എടുത്തു പറഞ്ഞത്. അത് തന്നെയാണ് ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിലും നമുക്ക് പറയാനുള്ളൂ. ഓക്കെ.